IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ശ്രേയസ് അയ്യർ ഇന്നലത്തെ മത്സരശേഷം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. താരം രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള പരാജയ ശേഷം താരം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: ടീമിന്റെ പെർഫോമൻസിൽ വളരെയധികം നിരാശയുണ്ട്. ഈ ഒരു സീസണിലെ ഞങ്ങളുടെ ടീമിന്റെ ആദ്യത്തെ പരാജയമാണ്. പല പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പല തെറ്റുകളും തിരുത്തിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കും. ടോസ് ലഭിച്ചപ്പോൾ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബോളർമാർ ഇന്ന് അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും എല്ലാ പേവുകളും നികത്തിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ മികച്ച കംബാക്ക് നടത്തുമെന്നും രാജസ്ഥാൻ റോയൽസ് ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി അടുത്ത മത്സരത്തിൽ പഞ്ചാബ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചു വരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ നായകനായിട്ടുള്ള ശ്രേയസ് അയ്യർ. നമുക്കറിയാം, കിങ്സ് ഇലവൻ പഞ്ചാബ് ഈ ഒരു സീസണിൽ തുടക്കത്തിലെ 2 മത്സരം വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഇന്നലത്തെ ഒരു മത്സരത്തിലാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് പരാജയപ്പെട്ടത്. ഏതായാലും ഇന്നലെ വിജയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് എത്താമായിരുന്നു. അടുത്ത അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസിന്റെ സൂപ്പർ താരമായിട്ടുള്ള സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലത്തെ മത്സരം രാജസ്ഥാൻ റോയൽസ് വിജയിച്ചതോടുകൂടി സഞ്ജു സാംസണെ തേടി ഒരു വലിയ റെക്കോർഡ് വന്നിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിപ്പിക്കുന്ന ക്യാപ്റ്റൻ എന്ന ബഹുമതി സഞ്ജു സാംസന്റെ പേരിൽ എത്തിയിരിക്കുകയാണ്. 32 മത്സരങ്ങളാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസിയിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഷെയ്ൻ വോണിന്റെ റെക്കോർഡാണ് ഇന്നലത്തെ വിജയത്തോടു കൂടി സഞ്ജു സാംസൺ തകർത്തിട്ടുള്ളത്. 55 മത്സരങ്ങളിൽ നിന്ന് 31 വിജയമാണ് ഷെയ്ൻ വോൺ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സഞ്ജു സാംസൺ ആ റെക്കോർഡും അങ്ങ് സ്വന്തമാക്കിയിരിക്കും. ഏതായാലും ഈ 2 അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.